നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയൊരു മാറ്റം അടുത്തെത്തുന്നത് പോലെ, എന്തോ പുതിയത് സംഭവിക്കാനിരിക്കുകയാണ് എന്നൊരു അകത്തളത്തിൽ നിന്നുള്ള അനുഭൂതി, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ആരോ നിങ്ങളെ നയിക്കുന്നത് പോലെ ഒരു അനുഭവം. പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. സത്യത്തിൽ അത് യാദൃച്ഛികമല്ല. ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ഒരു സൂചന നമ്മളിലേക്ക് എത്താറുണ്ട്. അതൊരു ചിന്തയായിരിക്കാം, ഒരു ആഗ്രഹമായിരിക്കാം, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ശക്തമായ ദൈവ തൊടുകുറി തിരഞ്ഞെടുപ്പാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ രണ്ട് ശക്തമായ ദൈവിക ഊർജങ്ങൾ നിൽക്കുകയാണ്. സാക്ഷാൽ മഹാദേവൻ, ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകം. സാക്ഷാൽ പാർവതി ദേവി, സ്നേഹത്തിന്റെയും കരുണയുടെയും അനുഗ്രഹത്തിന്റെയും പ്രതീകം. ഈ രണ്ട് ദൈവങ്ങളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്ന ചിന്തകളെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെയും തുറന്നു കാണിക്കുന്നതാണ്. നിങ്ങൾക്കായി കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ, നിങ്ങൾ നേരിടാൻ പോകുന്ന മാറ്റങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ദൈവാനുഗ്രഹങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഈ തിരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം കണ്ണുകളടച്ച് മനസ്സ് ശാന്തമാക്കി നിങ്ങളുടെ ഇഷ്ടദേവതയെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് ദൈവങ്ങളിൽ നിന്ന് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങൾ ആദ്യം മനസ്സിൽ തോന്നുന്ന തിരഞ്ഞെടുപ്പാണ് ഏറ്റവും ശരിയായത്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത വഴിയെക്കുറിച്ച് പറയുന്ന ഒരു സൂചനയാണ്. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള മഹാദേവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ എല്ലാത്തിനോടും വളരെയധികം ആസക്തിയുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്താണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? അതായത് അതിയായ ആഗ്രഹം നിങ്ങളെ പിന്തുടരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ പിന്തുടരുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. ധാരാളം ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങളെന്നും ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു ഫലം തന്നെയാണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. പല രീതിയിലുള്ള ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ അതിൽ മിക്കവാറും അല്ലെങ്കിൽ ഭൂരിഭാഗവും ആഗ്രഹങ്ങളും സാധിക്കുവാൻ നിങ്ങളെ കൊണ്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വസ്തുതയാർന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് ദേഷ്യം വരികയും സങ്കടം വരികയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ശക്തിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുകൂടി ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുവാൻ സാധിക്കുന്നു. കൂടാതെ കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളാണെന്നും ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു ഫലം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെ അധികമാണ് എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് വളരെ വലിയ അല്ലെങ്കിൽ വളരെയധികം ഉണ്ട് എന്നുകൂടി ഇവിടെ പറയുവാൻ കഴിയുന്ന ഒരു ഫലം തന്നെയാണ്. ഇതുവരെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും, ആഗ്രഹം സാധിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇനി വരും നാളുകളിൽ കുറഞ്ഞത് ഒരു മാസത്തിനകം തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വന്ന് ഭവിക്കുന്നതാണ്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ചില വ്യക്തികളുടെ കടന്നുവരവുകൾ മൂലം ചില സഹായങ്ങൾ ലഭിച്ചേക്കാവുന്നതാണ്. അതായത് ചില സുഹൃത്തുക്കൾ മൂലം നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് എന്നാണ് ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുവാൻ ആയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം അത് ധനപരമായ സഹായങ്ങളാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിന് അത് ദൃഢത നൽകും എന്നുള്ള കാര്യം വളരെ ആലോചിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സാക്ഷാൽ മഹാദേവന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുവാൻ കഴിയുന്നതാണ്. പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ഓം നമഃശിവായ ജപിക്കുക.
അതുപോലെ തന്നെ മഹാദേവന്റെ അത്രയധികം ആരാധിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടിയും അല്ലെങ്കിലും മറ്റുള്ള ദേവതകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതകളെ നിത്യവും നിങ്ങൾ വീട്ടിലല്ലെങ്കിൽ ജീവിതത്തിൽ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ സന്ധ്യാനേരങ്ങളിൽ വിളക്ക് വെക്കുന്ന സമയത്ത് അല്പമൊന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ നിത്യവും ഉരുവിടുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനിരിക്കുന്നതായ ഫലങ്ങളെ അല്ലെങ്കിൽ നല്ലതായ ഫലങ്ങളെ ഇരട്ടിയാക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ വന്നു ചേരുവാനിരിക്കുന്നതായ നല്ല ഫലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ വന്നു ചേരുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഫലം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാകുന്നു. അതുപോലെ തന്നെ അത് കമന്റുകളായി അറിയിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതല്ല എങ്കിൽ മഹാദേവന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട നാമങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തിയാലും മതി. ഇനി അടുത്തതായി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പാർവതി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോഴും സങ്കടങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിൽ ധാരാളം തടസ്സങ്ങൾ വന്നു ചേരുക, കൂടാതെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുക, ചില കാര്യങ്ങളെങ്കിലും വലിയ തടസ്സങ്ങൾ എപ്പോഴും നേരിട്ട് കൊണ്ടേയിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജീവിതം എപ്പോഴും നിങ്ങൾക്കൊരു സങ്കുചിതമായി തോന്നുന്ന അവസ്ഥയിലാണുള്ളത്. അതായത് എല്ലാ കാര്യങ്ങളോടും ഒരു മടുപ്പ് എന്ന രീതിയിൽ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുമുണ്ട്. ജീവിതത്തെ തന്നെ വെറുത്തുപോയ നിമിഷങ്ങൾ നിങ്ങൾക്ക് ധാരാളം ഉണ്ടായിട്ടുമുണ്ട് എന്നുകൂടി ഈ തൊടുകുറി ഫലത്തിൽ കാണുവാൻ കഴിയുന്നു. ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലൊന്ന് വിലയിരുത്തേണ്ടതാണ്. കൂടാതെ അത് കമന്റുകളായി അറിയിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ചില ഫലങ്ങളാകുന്നു. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. അത് നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവരാണെങ്കിൽ കൂടിയും വളരെയധികം തർക്കങ്ങൾ നിങ്ങളുമായി നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ ഒരു മാസത്തിനകം അല്ലെങ്കിൽ 1-2 ആഴ്ചക്കകം തന്നെ ചില കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കുന്നതാണ്. അതായത് ചില തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായി നിലനിൽക്കുന്നതായ ചില സൗന്ദര്യ പിണക്കങ്ങൾ അല്ലെങ്കിൽ വലുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് പാർവതി ദേവിയുടെ അനുഗ്രഹം നിങ്ങളെ സംരക്ഷിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഓം പാർവതിയെ നമ ജപിക്കുകയും ദേവീ ക്ഷേത്ര ദർശനം ചെയ്യുകയും ചെയ്യുക. ഇതാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്. ഇങ്ങനെ നാമമൊക്കെ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ദോഷഫലങ്ങളെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും കഴിയുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മംഗളം ഭവിക്കുന്നതാണ്. ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും വർദ്ധിക്കുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്ന സമയമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് അനുകൂലമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പാർവതി ദേവിയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.